ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC CHSL 2024 വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് 60 ഡേയ്സ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തൊക്കെ സബ്ജക്റ്റ് ആണെന്നും അതിലെങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണമെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള യൂട്യൂബിലെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മാത്സിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇത് മാത്സ് മാത്രമല്ല, ബാക്കി സബ്ജക്റ്റുകളും മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ്, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഓരോ ഡേയിൽ, ഇപ്പോൾ ഇന്നത്തെ ഡേയിൽ നമ്മൾ മാത്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഡേയിൽ റീസണിങ് ആയിരിക്കും, പിന്നെ മാത്സ് അങ്ങനെ പിന്നെ ഇംഗ്ലീഷ്, അങ്ങനെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഈ 60 ഡേയ്സിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രീ ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ഈ ഒരു സീരീസിൽ, നമ്മുടെ CHSLൻ്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഈ സീരീസിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡേ 1 നമ്മളിന്ന് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി എല്ലാ ടോപ്പിക്കും നിങ്ങളെ ഒന്ന് പ്രാക്ടീസിന് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടോപ്പിക്കും നമുക്ക് എടുത്ത് പരിശോധിക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് അത് ഒരു ബൂസ്റ്റർ പോലെ, നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റർ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ഫുള്ളായിട്ട്. അപ്പം അതിന് ഓരോ ഓരോ ഡേ വൈസ് നമുക്ക് ഷെഡ്യൂൾ ഉണ്ട്. ഇന്ന സാധനം കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും, ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് എങ്ങനെ ഒരു കോഴ്സിൽ കിട്ടുന്നോ ആ രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ദിശ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കണ്ടന്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. വേറെ എവിടെയും പോകണ്ട, ഒരു സ്ഥലത്തും കിട്ടാത്ത അത്രയുള്ള ക്വാളിറ്റി കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിലുള്ള ഓരോ ബാച്ചുകളും, നിങ്ങൾക്ക് ഇപ്പോൾ CHSL ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഓരോ കോഴ്സുകളും എടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ആ ഡെമോ ക്ലാസ്സുകൾ കണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് അത് സെറ്റ് ആവുമോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. അപ്പോൾ ഡെമോ ക്ലാസ്സുകൾ എല്ലാവരും എന്ത് ചെയ്യുക, കാണുക. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്, ലൈവായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് CHSLൻ്റെ പുതിയ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് May 8 സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സും യൂട്യൂബ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പ്രധാനമായിട്ടും പറയാം. ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷന് എങ്ങനെ നിങ്ങൾ തയ്യാറെടുക്കണം, അതായത് എന്താണ് നിങ്ങൾക്കൊരു ബൂസ്റ്റർ പോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, തരുന്നത്. അപ്പോൾ എന്നാൽ പെയ്ഡ് കോഴ്സിലെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ പറഞ്ഞതുപോലെ ഈ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷനും അതിൻ്റെ കൂടെ എന്ത് വേണം, പ്രാക്ടീസും വേണം. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇൻറ്റൻസീവായിട്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എടുത്തിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കണം. അതായിരിക്കും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ആരോ കമൻറ്റ് ഞാൻ കണ്ടു, യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഫുള്ള് പ്രൊവൈഡ് ചെയ്തു തുടങ്ങി. അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇത് സംഭവം ക്ലാസ് നടത്തുന്നതിന് എന്തുണ്ട്, ചിലവുകളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഒരു ജോബായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്, അവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം എല്ലാവർക്കും പൈസ കൊടുത്ത് പഠിക്കാൻ കാണത്തില്ല, അവർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ക്ലാസ്സുകൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പെയ്ഡ് ആയിട്ട് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ക്ലാസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണ്ടേ, നമുക്ക് നല്ല ക്വാളിറ്റി ക്ലാസ്സുകളാണോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയാണ് എങ്ങനത്തുള്ള ക്ലാസ്സുകളാണ് അവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ സാർമാർ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നത് എങ്ങനെയാണ്, ഈ ഒരു ക്ലാസ്സുകൾ കാണുന്നതിലൂടെയാണ്. അതും എന്തെങ്കിലും ക്ലാസ്സുകളല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ 60 ദിവസത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ക്രാഷ് കോഴ്സായിട്ട് പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ക്രാഷ് കോഴ്സിൻ്റെ ഡേ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ തന്നെ കണ്ട് ഡെമോ ക്ലാസ് കണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ
കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷനും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ, ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ, ലാസ്റ്റ് വട്ടം ഞാൻ പറഞ്ഞു 60 ദിവസത്തെ സമയമുള്ളൂ, നിങ്ങൾക്ക് 60 ഡേയ്സ് സമയമുള്ളൂ. ആ 60 ഡേയ്സ് സമയത്തിൽ എങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ 60 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ട മാക്സിമം പ്രാക്ടീസ് ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാം. അത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് പറയുന്നത്. യൂട്യൂബിൽ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. പക്ഷേ അത് നമ്മൾ ഒരു അരമണിക്കൂറിൻ്റെ സെഷൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ ടോപ്പിക്കും തരുന്നത്. അവിടെ ആകുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സിംപ്ലിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ ആയിട്ട് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, അതിനെന്ത് ചെയ്യണം, മോർ നമ്പർ ഓഫ് ക്ലാസ്സസ്, മോർ നമ്പർ ഓഫ് അവേഴ്സ് എന്ത് ചെയ്യണം, പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ പേഡിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം ആ ഡൗട്ട് നിങ്ങൾക്ക് മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സിംപ്ലിഫിക്കേഷനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബോർഡ് മാസ് ആണ്. ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഓർഡറിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ബോർഡ് മാസ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ യൂട്യൂബ് ക്ലാസ് തരുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഓരോ ടീച്ചർമാരുമായിട്ട്, ഇപ്പം എൻ്റെ ഫസ്റ്റ് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് എന്താവത്തില്ല, ചിലപ്പോൾ സ്പീഡായിട്ട് തോന്നാം. ഒരു 2-3 ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ സ്പീഡ് എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കലി ഞാനോട്ട് എന്തായിക്കോളും, സിങ്ക് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായി, നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കിട്ടി. ഇപ്പോൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാക്കറ്റാണ്. അപ്പോൾ ഇതിനെ ഒരു ക്രാഷ് കോഴ്സ് ആയിട്ട് മാത്രം കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് എല്ലാ തിയറിയും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, തിയറി എന്ത് ചെയ്യും, ഒന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് അങ്ങനെ ആയിരിക്കും പോകുന്നത്. ബോർഡ് മാസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. GD 2022 പ്ലേലിസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് O എന്ന് പറഞ്ഞാൽ ഓഫാണ്, D എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്, അടുത്തത് M എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അടുത്ത A എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, S എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിവിഷൻ എന്താണെന്നറിയാം, മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നറിയാം, അഡീഷൻ എന്താണെന്നറിയാം, സബ്ട്രാക്ഷൻ എന്താണെന്നറിയാം. അപ്പോൾ ഈ ഒരു ഓർഡർ, ആദ്യമേ ബ്രാക്കറ്റ്, ഓഫ്, പിന്നെ ഡിവിഷൻ, അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യൂ, അതിന് കഴിഞ്ഞിട്ട് അഡീഷൻ ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, സബ്ട്രാക്ഷൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് സഡ്സ് ആൻഡ് ഡിസസും ഇതിനകത്ത് എന്തുണ്ട്, ഒരു സിംപ്ലിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ വി ബോർഡ് മാസ് ആണ് പറയുന്നത്. വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, വിൻകുലം എന്ന് പറയും. വിൻകുലം അതെന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വിൻകുലം ബാർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. നോക്ക്, 27 + 6 വിൻകുലം ബാർ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ചിലവർ പറയും 27 + 2 29. ഇനി പല ആൻസർ വരാം. 29 എന്ന് പറയുന്ന ഒരു ആൻസർ വരാം, അല്ലെങ്കിൽ 27 6 33 11 എന്ന് പറയുന്ന ആൻസർ വരാം, അല്ലെങ്കിൽ 27 + 2 22. അങ്ങനെയുള്ള 2-3 ആൻസർ വരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റ് ഏതാണ്, ഇതിനെയാണ് നമ്മൾ ഈ ഒരു ബാർ ഇടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിൻകുലം ബാർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വിൻകുലം ബാർ. അപ്പോൾ നമ്മുടെ ഓർഡർ ആദ്യം ആർക്കായിരിക്കണം, വി ആയിരിക്കും. വി എന്ന് പറഞ്ഞാൽ വിൻകുലം ബാർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അടിയിലുള്ള ഓപ്പറേഷൻ, അത് ഏതാണോ ആ ഓപ്പറേഷൻ, അത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ആ വിൻകുലം ബാറിലുള്ള ഓപ്പറേഷൻ ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. 27 + 6 അധികം, ഇവിടെ ചോദിക്കും അധികമല്ലേ ഡിവിഷൻ കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അങ്ങനെയല്ല, വിൻകുലം ബാർ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഓപ്പറേഷൻ ആദ്യം ചെയ്യണം. അതായത് 27 × 6 33, 33 ഡിവൈഡഡ് ബൈ 3, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 11 ആൻസർ കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 33 ആദ്യം ആക്കിയത്. ഇപ്പോൾ ഇതും 27 + 6 ഡിവൈഡഡ് ബൈ 3, ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അഡീഷനും ഉണ്ട്, ഡിവിഷനും ഉണ്ട്. അപ്പോൾ ആദ്യം ഏതാ ചെയ്യേണ്ടത്, ഡിവിഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. ഡിവിഷൻ കഴിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ അഡീഷൻ, അതായത് കൂട്ടുന്നത് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 27 + 6/3, അതായത് 2 കിട്ടും, 29 ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ബാർ വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ആൻസർ 11 ആ ബാർ ഇല്ലെങ്കിൽ ആൻസർ എന്തായി, 29. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, പക്ഷേ പവർഫുൾ ആണ്. എങ്ങനെയാണ് പവർഫുൾ ആവുന്നത്, ചിലപ്പോൾ വലിയ
സിംപ്ലിഫിക്കേഷൻ തരും, അതെന്തായാലും തരും. അപ്പോൾ വലിയ സിംപ്ലിഫിക്കേഷൻ തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, സ്പീഡിൽ ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ ബാക്കി ടോപ്പിക്കെല്ലാം മാത്സിൻ്റെ അരിത്തമെറ്റിക്കും എല്ലാം അഡ്വാൻസ്ഡും എല്ലാം നമ്മൾ പെൻ ഫ്രീ ആയിട്ടും ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പെൻ ഫ്രീ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രാക്ടീസ് ബാച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ അപ്പോൾ പെൻ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ സിംപ്ലിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് ചെയ്യാനുള്ളൊരു എന്ത് വരും, നമുക്കൊരു ത്വര വരും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തെറ്റാൻ ചാൻസ് ഉണ്ട്. കാര്യം നമുക്ക് തെറ്റുന്ന ആൻസർ എന്ത് കാണും, ഓപ്ഷനിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഞാനൊരു അഡ്വൈസ് തരാം. എന്താ ചെയ്യുന്നത്, സമാധാനമായിട്ട് സ്പീഡ് കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ 1 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല, അത് സമാധാനമായിട്ട് എന്ത് ചെയ്യുക, ഒറ്റ തവണ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഒരിക്കൽ കൂടി തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഒരിക്കൽ കൂടി തിരിച്ചു വരുന്നത് മാത്സിന് ഒരുപാട് നിങ്ങളെ ദോഷം ചെയ്യും. അതായത് സമയം ഒരുപാട് എടുക്കും. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ തവണ തന്നെ ചെയ്ത് തീർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ബോർഡ് മാസിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഓക്കെ, വേഗം ഒന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു 16 + 8 ഡിവൈഡഡ് ബൈ 2 അധികം 15 × 6 ഡിവൈഡഡ് ബൈ 3 + 3 എന്നിട്ട് ബാർ ഇടുന്നു. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഇതിൻ്റെ ആൻസറാണ് വേണ്ടത്. സമാധാനമായിട്ട് നോക്കുക. ആദ്യം വിൻകുലം ബാറുണ്ട്. അപ്പോൾ വിൻകുലം ബാർ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം ഇത് ചെയ്യണം. അപ്പോൾ എന്ത് വന്നു, 3 + 3 ആദ്യം ചെയ്തു. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തെന്ന് വന്നു, ഇതിൻ്റെ ആൻസർ 6 എന്ന് വന്നു. ഇനി ഏതാ ചെയ്യുന്നത്, ഇവിടെ 16 + 8 ഇത് ബ്രാക്കറ്റിനകത്താണ്. അപ്പോൾ ബ്രാക്കറ്റ് വി ബോർഡ് മാസ് ആണ്. അപ്പോൾ വി ആദ്യം വിൻകുലം ബാർ നമ്മൾ ചെയ്തു. അടുത്ത ബ്രാക്കറ്റ് 16 × 8 24 ഡിവൈഡ് ബൈ 2 അധികം 15 × 6 ഡിവൈഡഡ് ബൈ എത്ര എന്ന് വരും, 6 എന്ന് വരും. ഇനി അടുത്ത ആര് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. 24/2 12 അധികം 15 × 6 ചെയ്യോ, ഇല്ല. 15 × 6/6 ആദ്യം ചെയ്യും. ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ 6/6 എന്ന് പറഞ്ഞാൽ എത്ര വരും, 1 എന്ന് വരും. അപ്പോൾ 12 അധികം 15 നമുക്ക് എത്ര എന്ന് വരും ആൻസർ, 27 എന്ന് ആൻസർ വരും. അപ്പോൾ ചിലവർക്ക് ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അവരെന്ത് ചെയ്യും, ഇവിടെ 15 × 6 ആദ്യം ചെയ്യും. 90 എന്ന് ചെയ്തിട്ട് 90/6 ചെയ്യും. 90/6 ചെയ്താൽ ഇവിടെ കറക്റ്റ് ആവും. ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യും, മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും മൈൻഡിൽ വെക്കുക. അതാണ് സിംപ്ലിഫിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. പിന്നെ സിംപ്ലിഫിക്കേഷനകത്ത് ഓൾജിബ്രയിലെ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ടൈം ഉണ്ടെങ്കിൽ നമുക്കിന്ന് അതും എന്ത് ചെയ്യാം, നോക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാനൊരു 2 എക്സാമ്പിളോട് പറഞ്ഞുതരാം. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 8/2 × 4 ഡിവൈഡഡ് ബൈ 2 അധികം 17 - 4 വിൻകുലം ബാർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അടുത്തത് രണ്ടാമത്തത് 80 ഡിവൈഡഡ് ബൈ 4 × 2 + 3 വിൻകുലം ബാർ പ്ലസ് 60 ഡിവൈഡഡ് ബൈ 5/3 × 2 അധികം 18 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ ചെയ്ത് വരുമെന്ന് നോക്കാം. ഓക്കെ, 8/2. ഓക്കെ, ഇപ്പം ഇങ്ങനെ വന്നാൽ ആദ്യം എന്ത് ചെയ്യണം, വിൻകുലം ബാർ ചെയ്യണം. 17 - 4 13 വന്നു ഡിവൈഡഡ് ബൈ 2 വന്നു പ്ലസ് 8 ഓഫ്. അപ്പം ബ്രാക്കറ്റ് ഓഫ് ബോർഡ്. ഓക്കെ, ഓഫിനാണ് എന്ത് വരുന്നത്, നമ്മുടെ മൾട്ടിപ്ലിക്കേഷനേക്കായും അഡീഷനേക്കായും സബ്ട്രാക്ഷനേക്കായും എന്ത് വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ 8/2 എന്ന് പറഞ്ഞാൽ 16 × 4 ഡിവൈഡഡ് ബൈ 2 അധികം ബാക്കി നമ്മൾ എഴുതി അധികം 13/2. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ 4/2 2 വരും. ഇനി മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷനും ഉണ്ട്, ഇവിടെ ഡിവിഷൻ 13/2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 6.5 13/2 അവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്തു, പിന്നെ 16 2 32 മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കണം എന്ത് വരുന്നത്, അഡീഷൻ വരുന്നത്. 32 അധികം 13/2 എന്ന് വരും. 13/2 എന്ന് പറഞ്ഞാൽ 13ന്റെ പകുതിയാണ് 6.5 എന്ന് വരും. 13 6 32 6 38.5. ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുക. മാത്സിൻ്റെ എക്സസൈസ് എന്താണെന്നൊക്കെയുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, 60 ദിവസത്തെ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ. ഓക്കെ, അടുത്ത എന്ത് വരും, ഇതിൻ്റെ ആൻസർ എന്ത് വരും, ആദ്യം എന്ത് ചെയ്യണം, വിൻകുലം ബാർ ചെയ്യണം. ഇപ്പോൾ 80 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വാല്യൂ എന്ത് വരും, 2 ഇവിടെ ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. ഇതിനകത്തുള്ള ഈ വിൻകുലം ബാറിൻ്റെ അടിയിലുള്ള ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ തന്നെ എന്ത് ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം. അവിടെ തന്നെ ഡിവിഷൻ ആദ്യം ചെയ്യണം, ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ഇപ്പോൾ 2 3 5 5 × 4 20. അപ്പോൾ ഈ വിൻകുലം ബാറിൻ്റെ അടിയിൽ എന്ത് വരും, 20 വരും. ഇപ്പോൾ 80/20 നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, 4 എന്ന് എഴുതാൻ പറ്റും. കാര്യം അടുത്തത് പ്ലസ് ആണ്. അപ്പോൾ ഡിവിഷൻ തന്നെ ഇവിടെ ചെയ്യണം. അധികം 60 ഡിവൈഡഡ് ബൈ 5/3 എന്ന് വെച്ചാൽ ആദ്യം ഇത് ചെയ്യണം, ഓഫ് ചെയ്യണം. എന്നിട്ടേ നമ്മൾ, അതായത് 60 ഡിവൈഡ് ബൈ 5 12 എന്ന് എഴുതി 12 × 3 അങ്ങനെ ചെയ്യരുത്. ആദ്യം 5/3 ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ എത്ര വരും, 5/3 എന്ന് പറഞ്ഞാൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെയാണ്. 5/3 എന്ന് പറഞ്ഞാൽ 15
ഇൻറ്റു 2 അധികം 18/5. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇവിടുന്ന് 15 60 കിട്ടുമ്പോൾ 4 കിട്ടി. അപ്പോൾ 4 അധികം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, എന്നിട്ടാണ് അഡീഷൻ ചെയ്യുന്നത്. 4 2 8 അധികം 18/5. 18/5 നമ്മൾ അതുപോലെ എഴുതി. 12 അധികം 18/5. 18/5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 5 3 15, ബാക്കി 3/5. 3/5 എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഇട്ടു, 30/5 6 കിട്ടും. അപ്പോൾ CHSL 2022 ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. CHSL 2022 ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഡീറ്റെയിൽ സമ്മിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത്, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 അധികം 3.6 നമുക്ക് എത്ര കിട്ടും? 15.6 ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഈ രണ്ട് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നാണ് അർത്ഥം? സിംപ്ലിഫിക്കേഷൻ മനസ്സിലായെന്നാണ് അർത്ഥം. അപ്പോൾ ഇതെനിക്ക് പേന എടുക്കാതെ, അതായത് വളരെ സ്പീഡിൽ ഇത്രയൊന്നും എഴുതാതെ ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സായിട്ട് തരുവാണ്. എന്താണ് മനസ്സിലാവാത്ത ആൾക്കാർ കാണും, അവർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമുക്കിത് പേന എടുക്കാതെയും ചെയ്യാൻ പറ്റാം. അപ്പോൾ പേന എടുക്കാതെ ചെയ്യണം എന്നുള്ളത് ആദ്യമേ ഡീറ്റെയിൽ വഴിയും പിന്നെ പേന എടുക്കാനുള്ള വഴിയും കാണിക്കണം. ഓക്കെ, അപ്പോൾ പേന എടുക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സ്പീഡ് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്, ഓക്കെ, അതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, സഡ്സ് ആൻഡ് ലിസണിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? SSC GD 2022 എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതാണ് പ്ലേലിസ്റ്റിൻ്റെ നെയിം. ഇതിലുള്ള മാത്സ് ക്ലാസ്സിലെ സഡ്സ് ആൻഡ് ഇൻഡിസസ് കൂടെ എന്ത് ചെയ്യണം? സഡ്സ് ആൻഡ് ഇൻഡിസസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സഡ്സ് ആൻഡ് ഇൻഡിസസ് എന്നുള്ള ക്ലാസ്സുകളും കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ എന്ത് ചെയ്യാൻ പറ്റും? പോർഷൻസ് കവർ ചെയ്ത് പോകാൻ പറ്റും. ആ സഡ്സ് ആൻഡ് ഇൻഡിസസ് ക്ലാസ്സിലും കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? സിംപ്ലിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേറൊരു ടൈപ്പ് സിംപ്ലിഫിക്കേഷനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് x:y:z വാല്യൂ വന്നിട്ടുണ്ട് 1:2:3. അങ്ങനെയാണെങ്കിൽ ആൻഡ് x² + y² + z² വാല്യൂ വന്നിട്ടുണ്ട് 224. ഫൈൻഡ് x + y + z. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ട്? എക്സ് വൈ ഇസഡിൻ്റെ റേഷ്യോ ഉണ്ട്. അപ്പോൾ ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ചാപ്റ്ററും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സിംപ്ലിഫിക്കേഷനൂടെ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? x1 y2 z3 എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിന് വരെ നമുക്ക് k എന്നും y എന്ന് പറയുമ്പോൾ 2k എന്നും 3 എന്ന് പറയുമ്പോൾ 3k എന്നും കൊടുക്കേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വൈയുടെയും ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പോൾ x² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? k ആണ് കൊടുത്തത്, kയുടെ സ്ക്വയർ അധികം y എന്ന് പറഞ്ഞാലാണ് 2k ആണ്. ഇപ്പോൾ 2kയുടെ സ്ക്വയർ y² എന്ന് പറയുമ്പോൾ 2kയുടെ സ്ക്വയർ, അതായത് 4k². 2ൻ്റെ സ്ക്വയർ 4ഉം kയുടെ സ്ക്വയർ k² അധികം 3k. 3kയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ൻ്റെ സ്ക്വയർ 9ഉം kയുടെ സ്ക്വയർ k². എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 1. ഇത് k² ആണ് കേട്ടോ. k², 5k², 14k². 14k² ആണ് എന്ത് വരേണ്ടത്? നമുക്ക് വരേണ്ടത് കൂട്ടുമ്പോൾ. അതിന് പകരമാണ് എത്ര നിൽക്കുന്നത്? 224. അപ്പോൾ നമുക്ക് k² വാല്യൂ എന്ത് കിട്ടും? 224/14. 22ൽ 14. അത് 2 എടുക്കണം. 2ൽ 14 പോകത്തില്ല. അതൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ്സിൽ, ഇൻട്രൊഡക്ഷൻ ടു CHSL ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 2022 CHSLലാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? 22-നകത്ത് 14 ഒരു വട്ടം, ബാക്കി 84-ത്ത് 14 6 വട്ടം. ഓക്കെ, k² വാല്യൂ 16 ആണെങ്കിൽ kയുടെ വാല്യൂ എത്ര നിന്നു? 4 നിന്നു. ഇപ്പോൾ x + y + z എന്ന് പറഞ്ഞാൽ എത്രയാണ്? k അധികം 2k അധികം 3k ആണ്. അതായത് 3kയും 3kയും 6k ആണ്. അപ്പോൾ 6kയുടെ വാല്യൂ ആണ് വേണ്ടത്. kയുടെ വാല്യൂ നമുക്ക് 4 കിട്ടി. 6 4 24 കിട്ടും. അപ്പോൾ നമ്മളിൻ്റെ ആൻസർ എന്ത് കിട്ടും? 24 കിട്ടും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്ത് ഈ 60 ദിവസം നിങ്ങൾ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് പേര് ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എക്സസൈസ് അതായത് മാത്സിൻ്റെ ഫിസിക്കൽ എക്സസൈസ് വേണം. അതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 60 ഡേയ്സ് നിങ്ങൾ ഇപ്പം തൊട്ട് തുടങ്ങിയാൽ പോലും മാത്സ് നിങ്ങൾക്ക് സ്പീഡാക്കാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും നമ്മൾ പേന എടുക്കാതെ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ, അതായത് ടോട്ടൽ എനിക്കിപ്പോൾ എന്ത് വേണം? എനിക്കൊരു 2-3 മണിക്കൂറിൽ എന്ത് ചെയ്യണം? ആ ഒരു ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റ്യൻസും പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. പക്ഷേ പേന എടുക്കാതെ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് തുടക്കക്കാരായിട്ട് പഠിക്കുന്നവർക്ക് പേന എടുക്കാതെ ചെയ്യുന്ന കാണുമ്പോൾ എന്ത് വരും? ഒരു പ്രശ്നം വരും. അവർക്ക് ഇത് ഭയങ്കര പ്രയാസമാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ തീരുമാനിച്ചു യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്യും? കുറച്ചുകൂടെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ പെതുക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പറഞ്ഞു തരും. പേന എടുക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. പേന എടുക്കാനുള്ള മെത്തേഡ്സ് ആവശ്യം പോലും ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ പേന എടുക്കാതെ ചെയ്യുന്നത്?
1:2:3. ഇപ്പോൾ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ K 2K 3K മനസ്സിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ Kയുടെ സ്ക്വയർ K സ്ക്വയർ, 2Kയുടെ സ്ക്വയർ 4K സ്ക്വയർ, ഇപ്പോൾ 5K സ്ക്വയർ ആയി. പിന്നെ 3Kയുടെ സ്ക്വയർ 9K സ്ക്വയർ, ഇപ്പോൾ 5ഉം 9ഉം 14 ആയി. 14K സ്ക്വയറിൻ്റെ വാല്യൂ ആണ് ഇത്. K സ്ക്വയറിൻ്റെ വാല്യൂ 14 ചെയ്യുമ്പോൾ 1 6 കിട്ടും. Kയുടെ വാല്യൂ 4 കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 6K ആണ്. 6 4 24. ഇത് എന്ത് ചെയ്യാൻ പറ്റും? പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ആർക്കാണ്? കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർക്കും ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്നവർക്കും. ഓക്കെ, അപ്പോൾ ഇത് പേന എടുക്കാതെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലത്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും നിങ്ങൾക്ക്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ ഓക്കെ അടുത്തൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: ഇഫ് A+B റേഷ്യോ B+C റേഷ്യോ C+A, അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 5:12:11 ആണ്. ദെൻ ഫൈൻഡ് ആൻഡ് A+B+Cയുടെ വാല്യൂ വന്നിട്ടുണ്ട് 28. ഫൈൻഡ് 1/A റേഷ്യോ 1/B റേഷ്യോ 1/Cയുടെ വാല്യൂ വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. A+B, B+C, C+A അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഇത് റേഷ്യോ എന്ന ചാപ്റ്ററും സിംപ്ലിഫിക്കേഷൻ എന്ന ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ A+B, B+C, C+A ഞാൻ എന്ത് ചെയ്യുവാണ്? എല്ലാം കൂടെ അങ്ങ് കൂട്ടുവാണ്. ഇപ്പോൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? A ഇവിടെയുണ്ട്, A ഉണ്ട്, ഇവിടെ A ഉണ്ട്, ഇവിടെയും B ഉണ്ട്, ഇവിടെയും B ഉണ്ട്, ഇവിടെയും C ഉണ്ട്, ഇവിടെയും C ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കൂട്ടുന്നതും റൈറ്റ് സൈഡ് കൂട്ടുന്നതും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ A+B 5 യൂണിറ്റ് ആണെങ്കിൽ B+C 12 യൂണിറ്റും C+A 11 യൂണിറ്റുമാണ്. അല്ലെങ്കിൽ എത്ര? 11 ആണ്. 5 ആണെങ്കിൽ 12 ആണ്, 11 ആണ്. കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ 2A വരും, 2B വരും, 2C വരും. അതായത് 2 × A+B+C വരും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് വരും? 5ഉം 12ഉം 17ഉം 11ഉം 28 യൂണിറ്റ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A+B+Cയുടെ വാല്യൂ നമുക്ക് 14 എന്ന് കിട്ടി. അപ്പോൾ A+B+C 14 ആയിരുന്നു നമുക്ക് ഇത് റേഷ്യോയിൽ നിന്നും കിട്ടുന്നത്. റേഷ്യോയിൽ നിന്നും നമുക്ക് A+B+C 14 കിട്ടുന്നത്. പക്ഷേ A+B+C ഒറിജിനൽ എത്ര ആണെന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ വാല്യൂ ആണ്. A+B+Cയുടെ ഒറിജിനൽ വാല്യൂ ആണ്. റേഷ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാനെ? 14 കിട്ടിയാനെ. പക്ഷെ ഒറിജിനൽ വാല്യൂ എന്താണ്? 28 ആണ്. അതായത് ഒറിജിനൽ വാല്യൂ എന്താണ്? ഇരട്ടിയാണ്, അല്ലെങ്കിൽ ഡബിൾ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളതിൻ്റെ പകുതിയാണ്. ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഒറിജിനലായിട്ട് അതെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 14 കിട്ടിയത്. റേഷ്യോയിലെ 14 എന്ന് പറയുന്നത് ഒറിജിനൽ എന്താണ്? ഒറിജിനലിൽ 28 ആണ്. അതായത് റേഷ്യോയിൽ നിന്നും ഒറിജിനലിലോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അതായത് തന്നിരിക്കുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഉള്ളതിൻ്റെ പകുതിയാണ്. അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ഈ ക്വസ്റ്റ്യൻ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിലോട്ട് എത്തിക്കുന്നത്. ഇപ്പോൾ പെൻ ഫ്രീ ആയിട്ട് എത്തിക്കാൻ വേണ്ടി ചുമ്മാ കയറി പഠിക്കുമല്ല. ട്രിക്കുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം? പഠിക്കണം. അതെല്ലാം പഠിച്ചാലേ നമുക്ക് പേന എടുക്കാതെ ഒരു ക്വസ്റ്റ്യൻ വേഗത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ ഇതിനകത്ത് എന്ത് വേണം? 1/A 1/B 1/C. അതായത് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എന്ത് വേണം? നമുക്ക് വേണം. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഇപ്പോൾ നമുക്ക് A+Bയുടെ വാല്യൂ 5 എന്നാണ് വന്നിട്ടുള്ളത് റേഷ്യോയിൽ. A+B 5 ആണെങ്കിൽ ഒറിജിനൽ വാല്യൂ നമുക്ക് A+Bയുടെ എന്ത് കിട്ടും? A+Bയുടെ ഒറിജിനൽ വാല്യൂ എന്തെന്ന് കിട്ടും? റേഷ്യോയിൽ പകുതിയായിട്ട് എഴുതിയേക്കുന്നത്. ഒറിജിനൽ വാല്യൂ 10 എന്ന് കിട്ടും. A+B+C ഒറിജിനൽ എത്രയാണ്? 28 ആണ്. അതിനകത്ത് A+B എത്ര വന്നു? 10 കിട്ടി. അപ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടും? സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ആയിരിക്കും? 18 ആയിരിക്കും. മനസ്സിലായോ? 18 എങ്ങനെ വന്നതെന്ന്? A+B 10 ആണ് ഇതിനകത്തുള്ള ഒറിജിനലായിട്ട്. എയും ബിയും സിയും കൂടെ കൂടുന്ന 28 ആണ്. A+B 10 ആയി കഴിഞ്ഞാൽ ബാക്കി സി എന്താണ്? 18 ആണ്. അപ്പോൾ നമുക്ക് 1/Cക്ക് വരാം. നമുക്ക് 1/18 എന്ന് എഴുതാം. ഇനി ഇവിടുന്ന് B+Cയുടെ വാല്യൂ എന്ത് കിട്ടും? B+C എങ്ങനെയാണ് പേന എടുക്കുക ചെയ്യുന്നതെന്ന് പറയാം. B+Cയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ റേഷ്യോയിൽ 12 ആണ്, 12 യൂണിറ്റ് ആണ്. ഒറിജിനൽ B+C എത്ര കിട്ടും? 12 ഇരട്ടി 24 എന്ന് കിട്ടും. അപ്പോൾ ബിയും സിയും കൂടെ കൂടുന്ന 24 ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? A എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടി. 1/A എന്ന് പറഞ്ഞാൽ 1/4 ആണ് റേഷ്യോ. ഇനി B വേണം. C+A എത്ര കിട്ടി? ഇവിടെ 11 ആണ് നിൽക്കുന്നത്. ഒറിജിനൽ C+A എത്രയാണ്? 22 ആണ്. അതിൻ്റെ ഇരട്ടി. ഇപ്പോൾ C+A 22 ആണെങ്കിൽ B എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 22 വന്നു. 22 കൂടെ എത്രയും കൂടെ വേണം? B = 6 എന്ന് വരും. അതായത് 1/6. ഇനി ഇത് റേഷ്യോ എടുക്കുന്നത് എങ്ങനെയാണ്? റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റേഷ്യോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. SSC GD 2022 റേഷ്യോ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് റേഷ്യോയുടെ ബേസും എന്താവും? ക്ലിയർ ആവും. പിന്നെ പ്രാക്ടീസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ LCM ആയിട്ടുള്ള ഡിനോമിനേറ്ററിൻ്റെ LCM ആയിട്ടുള്ള 4, 6, 18. LCM എത്രയാണ്? 36 ആണ്. ഇപ്പോൾ LCM എന്താണെന്നൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഇപ്പോൾ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36/4. എല്ലാത്തിനും എന്തുകൊണ്ട് ഗുണിക്കുക? 36 കൊണ്ട് ഗുണിക്കുക. 36/4 9, 36/6 6, 36/18 2. അതായത് 9:6:2 എന്ന് കിട്ടും. 1/A റേഷ്യോ 1/B റേഷ്യോ 1/C. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും.
ഇനി ഇത് എങ്ങനെയായിരിക്കണം പേന എടുക്കാതെ ഒരാൾ ചെയ്യേണ്ടത്? അതാണ്, അങ്ങനെ ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്, അവർ വിജയിക്കുന്നത്. അങ്ങനെ വിജയിക്കുന്നവർക്കുള്ള ബേസിക് മെത്തേഡാണിത്. പിന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ട എങ്ങനെയായിരിക്കും? A+B+C+A തന്നിട്ടുണ്ട്, ഇത്രയും തന്നിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ യൂണിറ്റ് നമുക്ക് കൂട്ടുമ്പം 2 ഇൻറ്റു അത് വരും. അത് കാണുമ്പോൾ തന്നെ അറിയാം. ടൈം ആൻഡ് വർക്കിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എഫിഷ്യൻസി ആണെന്ന് മാത്രം. ഇപ്പോൾ 2 ഇൻറ്റു അത് ചെയ്യുമ്പോൾ നമുക്ക് 28 വരേണ്ട അടുത്ത് 2 ഇൻറ്റു അത് ചെയ്യുമ്പോൾ ഇതാണ് 28 വരുന്നത്. A+B+C 14 വന്നു. ഒറിജിനൽ 28. ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതിയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ A+B ഇതിൻ്റെ ഇരട്ടി 10. ടോട്ടൽ 28 ആണെങ്കിൽ C 18. ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന സ്റ്റെപ്പ് ഏതായിരിക്കണം? ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ ഇതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതൊന്നുമല്ല. B+C 24 12. അപ്പോൾ ഒറിജിനൽ 24. B എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? B+C A എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ബാക്കിയുള്ളത് 1/4. അടുത്ത C 4 18 ബാക്കി C എന്ന് പറഞ്ഞാൽ അതും ചെയ്യണ്ട. 18 4 22 ബാക്കി 28 ടോട്ടൽ വരേണ്ടത്. 18 4 C 18 A 4. അപ്പോൾ B എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 6. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് എഴുതേണ്ട കാര്യമില്ല. 36 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓപ്ഷനിൽ കാണും. നിങ്ങൾക്ക് ഇങ്ങനെ പല ഓപ്ഷൻ കാണുക. 962 36 ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36/4 9, 36/6 അപ്പോൾ 9:6:2 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേപ്പറിൽ നിങ്ങളുടെ CHSL എക്സാം എഴുതുന്ന നിങ്ങളുടെ പേപ്പറിൽ എത്രയായിരിക്കണം കാണേണ്ടത്? ഇത്രയും ഭാഗം മാത്രമായിരിക്കണം കാണേണ്ടത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം എവിടെ ആയിരിക്കണം വേണ്ടത്? നിങ്ങളുടെ മൈൻഡിൽ. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് വരണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് എന്ത് വേണം? പ്രാക്ടീസ് വേണം. അപ്പോൾ പ്രാക്ടീസ് അത്ര രീതിയിൽ വേണം. ഇതേപോലത്തുള്ള എല്ലാ ടൈപ്പും നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരുന്ന എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതേപോലെ ബാക്കിയുള്ളവർ ഇത്ര സ്റ്റെപ്പ് എഴുതി താഴെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ പേന എടുക്കാതെ ചെയ്യുന്ന ഒരു ഇത് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ളവരെക്കായും ഒരു സ്റ്റെപ്പെങ്കിലും കുറച്ച് എഴുതാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? അവരെക്കായും കുറച്ചുകൂടെ മുന്നിലായി. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എപ്പോഴും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 1/x + 2/3. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സുകളിൽ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്, അല്ലാതെ വേറെ വലിയ കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. സഡ്സ് ആൻഡ് ഡിസസ് ക്ലാസ്സുകൂടെ കാണുക കേട്ടോ. നിങ്ങൾ SSC GD 2022 പ്ലേലിസ്റ്റ് താഴെ കിടപ്പുണ്ട്. നെയിം ഞാൻ 2-3 അടുത്ത് എഴുതി. അതിൽ സഡ്സ് ആൻഡ് ഡിസസ് കാണുക. അപ്പോൾ ആ ലെവലിലുള്ള സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാൻ പറ്റും. 1/x + 2/3 വാല്യൂ കിട്ടും. 1/2x + 3/4. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എക്സിന്റെ വാല്യൂ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സിംപ്ലിഫൈ. ഇതിനാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? 1/2x ഉണ്ട്, ഇവിടെ എക്സേ ഉള്ളൂ. മേളിൽ താഴെ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇത് 2/2x ആവും. മൈനസ് ഈ 1/2x ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 1/2x ഈക്വൽ ടു ഇവിടെ 3/4 ഉണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 2/3 + 2/3 അപ്പുറത്ത് വരുമ്പോൾ -2/3 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 - 1 1/2xന്റെ വാല്യൂ കിട്ടും. 9 - 8 1/12 അല്ലേ? 1/12. 1/xന്റെ വാല്യൂ കിട്ടും 1/6. എക്സിന്റെ വാല്യൂ എന്ന് കിട്ടും? എക്സിന്റെ വാല്യൂ 6 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 6 എന്നാണ് എഴുതുന്നത്. പക്ഷെ ഇത്രയേ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യനൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്കിത് പേന എടുക്കാതെ, നിങ്ങൾ എപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും പേന എടുത്ത് ഒറ്റ എഴുത്തങ്ങ് തുടങ്ങും. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ശീലം നിങ്ങൾ എത്ര നാൾ കൊണ്ടുപോകുന്നു അത്ര നാളും നിങ്ങൾ മാത്സിൽ എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ചെയ്ത ഈ ഒരു മെത്തേഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒന്ന് ആലോചിക്കൂ. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെയും 2x വന്നു, ഇവിടെയും 2x വന്നു, ഇവിടെ x വന്നു. ഇപ്പോൾ 2x ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/2x ആവും. -1/2x 1/2x വന്നു. അതവിടെ കിടക്കട്ടെ. 1/2x വന്നു. ഇവിടെ 3/4, ഇവിടെ 2/3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 - 8 1/12 എന്ന് കിട്ടും. ഇവിടുത്തെ 2ഉം ഇതും പോയി 1/6 കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്ന് കിട്ടും 6 കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലവർക്ക് നല്ല പാടായിരിക്കും. ഇത് മനസ്സിലൊന്നും ഇങ്ങനെ 1/2x ഒന്നും മനസ്സിൽ വരില്ല. 1/2x വന്നാലും 1/12 വരില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വന്നാലോ അങ്ങനെ ചെയ്താലോ എന്ത് വരും? അങ്ങനെ ആലോചിച്ച് നിങ്ങൾ കൂടുതൽ ലോഡ് നിങ്ങളുടെ മൈൻഡിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? താനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ചിന്ത അതിലോട്ട് പൊക്കോളും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ്
ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് 21 റേസ് ടു റൂട്ട് എക്സ് അധികം 20 റേസ് ടു റൂട്ട് എക്സ് ഈക്വൽ ടു 29 റേസ് ടു റൂട്ട് എക്സ്. ഓപ്ഷൻ ഉണ്ട് എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 0. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു കാര്യം അറിയാവുന്നവർക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഓപ്ഷൻ സി 4 ആൻസർ. അപ്പോൾ എങ്ങനെയാണ് ഈ 4 എന്ന് പറഞ്ഞ ആൻസർ വരുന്നത്? 21, 20, 29 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രിപ്ലറ്റ് ആണ്. ചിലപ്പോൾ ആൾക്കാർ ആദ്യമായിട്ട് കേൾക്കുന്നവർ കാണും. ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് 3ാമത്തെ സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ ട്രിപ്ലറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ട്രിപ്ലറ്റുകളിൽ ഒരെണ്ണമാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 21ൻ്റെ സ്ക്വയർ 441, 20ൻ്റെ സ്ക്വയർ 400, 29ൻ്റെ സ്ക്വയർ 841. അതായത് 441 അധികം 400 841. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 21ൻ്റെ സ്ക്വയറെ അധികം 20ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 29ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതറിയാത്തവരോ ഇച്ചിരി കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 21ൻ്റെ സ്ക്വയർ ആണ്. ഇപ്പോൾ റൂട്ട് എക്സിൻ്റെ വാല്യൂ എല്ലാം 20ൻ്റെ സ്ക്വയറെ അധികം 20ൻ്റെ സ്ക്വയർ ആണ് 29ൻ്റെ സ്ക്വയർ. ഇപ്പോൾ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഈ പവറിൻ്റെ വാല്യൂ എത്രയാണ്? റൂട്ട് എക്സ് വരും 2 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? LHSലും RHSലും സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ എക്സ് എന്ന് കിട്ടും, 2ൻ്റെ സ്ക്വയർ 4 കിട്ടും. എക്സിൻ്റെ വാല്യൂ ഒന്ന് നീട്ടി 4 നീട്ടി. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. ഒരിക്കലും പെയിൻ എടുക്കരുത്. പെയിൻ ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? കാണുമ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തരാം. ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഇത് സിംപ്ലിഫിക്കേഷൻ അല്ല, നമ്മുടെ ഓൾജിബ്രയുടെ ഫോമിലാണ്. ഒരു ക്ലൂ തരാം. a³ + b³ എന്ന് പറഞ്ഞാൽ a + b × a² + b² - ab ആണ്. ഇവിടെ a³ + b³ നമുക്ക് തന്നിട്ടുണ്ട് 405, a + b തന്നിട്ടുണ്ട് 9. നമുക്ക് എന്ത് വേണം? ab വാല്യൂ വേണം. പിന്നെ a² + b² കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a² + b² + 2ab ആണ്. ഓക്കെ, a² + b² + 2ab ആണ്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അതേപോലെ ഓക്കെ, ഇവിടുന്ന് എങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോമുല പറ്റും. ഇത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോമുല ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഞാൻ അതായിരിക്കും. ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് എന്ത് തരണം? ആൻസർ തരണം. a + b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a³ + b³ + 3ab × a + b. ഇതിനകത്ത് എല്ലാം ഉണ്ട്. a + b. a + b ഹോൾ ക്യൂബ്, a + b വാല്യൂ 9 തന്നിട്ടുണ്ട്. 9ൻ്റെ ക്യൂബ് ഈക്വൽ ടു a³ + b³ 405 + 3ab. ab ആണ് നമ്മുടെ ആൻസർ ഇൻറ്റു a + b. a + b വാല്യൂ 9 തന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കിട്ടുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ റിപ്ലൈ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക. 1/x. ഓക്കെ, നമ്മൾ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു അല്ലേ? എത്ര കിട്ടി നമുക്ക്? 6 കിട്ടി. ഓക്കെ, 6 കിട്ടി. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്കിനി സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യനിൽ പോവാം. ഇത് നമ്മൾ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഇപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 156 25 എന്ന് പറഞ്ഞാൽ 25ൻ്റെ ക്യൂബാണ് കേട്ടോ. 25 - റൂട്ട് എക്സിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത് 4. ഇത് പഠിക്കണം. 25ൻ്റെ ക്യൂബാണ് 156 25 കേട്ടോ. 25 റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 21 കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 21ൻ്റെ സ്ക്വയർ 441 കിട്ടും. ഓക്കെ, അടുത്തത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഓഫ് ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ്. ഇപ്പോൾ ഏത് ബ്രാക്കറ്റ് തുടങ്ങും? ഈ ബ്രാക്കറ്റ് തുടങ്ങും. അപ്പം ഈ ബ്രാക്കറ്റ് പുറത്ത് വരുമ്പോൾ എന്തൊരു 2 ഓഫ് 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. അപ്പോൾ 10/40 എന്ന് പറയുമ്പോൾ 1/4. അപ്പോൾ -1/4 ആണ് ഇവിടെ വരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത് ഈ ബ്രാക്കറ്റിൽ ആദ്യം എന്ത് ചെയ്യണം? അകത്തോട്ടുള്ള ബ്രാക്കറ്റ് നോക്കുക. 6 - 3 3 ആണ്. ഇവിടെ 6 × 3 ഉണ്ട്. ഇവിടെ 9/6 ആദ്യം ബൈ ചെയ്യുക. അപ്പോൾ 9/6 × 3 എന്ന് വരും. 3യും 6 ഒഴിച്ച് 2 9/2 എന്ന് വരും. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് മാത്രം 9/2 ആയി. ഇനി ഇത് 9/2 ആയി കേട്ടോ. ഇത് 9/2. ഇനി 20 ഡിവൈഡഡ് ബൈ 5 ഓഫ് 8, അതായത് 40 കിട്ടും. ഇൻറ്റു 9/2. ഇതും 1/2 ആയി. ഇത് 9/4 അല്ലേ? 1/2 ഇൻറ്റു 9/2. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. 1/4 അതായത് 8/4 നമുക്ക് ആൻസർ നിന്നിട്ടും 2 എന്ന ആൻസർ കിട്ടും.
ഓക്കെ 2 അല്ലേ ആൻസർ? 1/2 ഇൻറ്റു ഓക്കെ ഇവിടെ എനിക്ക് കറക്ഷൻ തെറ്റിയോ? 6 - 3 3 ആണ്. ഓക്കെ അത് ശ്രദ്ധിച്ചോണേ. 6 - 3 ആണ്. ഓക്കെ അത് ശ്രദ്ധിച്ചോണേ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരരുത്. ഓക്കെ ശ്രദ്ധിച്ചോണം. ഓക്കെ ഇവിടെ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇവിടെ എന്താണ് 9 ഓക്കെ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6 ഇൻറ്റു 2 എന്ന് കിട്ടും. ഓക്കെ 6 ഇൻറ്റു 3 എന്ന് കിട്ടും. ഓക്കെ 6 - 3 3 ആണ്. ഓക്കെ അപ്പം 9/18 1/2 എന്ന് തന്നെ കിട്ടുന്നത്. ഓക്കെ -1/4 അപ്പോൾ എന്താണ് ഇത് 1/2 ഇൻറ്റു 1/2 അത് ഇൻറ്റു ചെയ്യും 1/4 - 1/4 0 എന്ന് നമുക്ക് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സമയം കൊടുക്കുക. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x ഈക്വൽ ടു x√x റേസ് ടു എക്സ് ദെൻ എക്സിന്റെ വാല്യൂ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ x√x വാല്യൂ x√x അതായത് x√x എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? x√x എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ പവർ 1 x1 ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ x1/2 ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു SSC GDയുടെ സഡ്സ് ആൻഡ് ഇൻഡിസസ് ക്ലാസ് കാണാം. അത് പവർ ഓഫ് ഇൻഡിസസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. അപ്പോൾ 1 + 1/2 എന്തെന്ന് കിട്ടും നമുക്ക്? 3/2 എന്ന് കിട്ടും. ഓക്കെ ഇവിടെ നമുക്ക് x3/2 ആണ് എഴുതിയിരിക്കുന്നത് ഈക്വൽ ടു x√x റേസ് ടു എക്സ്. x√x റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ab റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻x b⁻x. ഇതൊക്കെ നമ്മുടെ ആ ഒരു സഡ്സ് ഇൻഡിസസ് ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അതൊന്ന് കണ്ടു നോക്കുക. x√x റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ x⁻x ഇൻറ്റു √x റേസ് ടു എക്സ് ആണ്. എന്താണ്? x⁻1/2 റേസ് ടു എക്സ് ആണ്. x⁻1/2 റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻m ആണ്. x⁻x/2 ആണ്. ഇതെല്ലാം ആ ഒരു സഡ്സ് ആൻഡ് ഇൻഡിസസിനെ വെച്ച് ബേസ് ചെയ്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. x⁻x/2 എന്ന് കിട്ടും. a⁻m ഇൻറ്റു a⁻n a⁻m+n x⁻x + x/2 3/2x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? x⁻3/2 ഈക്വൽ ടു x⁻3x/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x⁻3/2 അതായത് ഇവിടെ എന്താണ്? ബേസ് രണ്ടും സെയിം ആണ്. അപ്പോൾ പവർ എന്താക്കാം? ഈക്വൽ ആക്കാം. x⁻3/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3x/2 എന്ന് കിട്ടി. അപ്പോൾ x⁻3/2 3x/2 എന്ന് കിട്ടി. അപ്പോൾ x⁻3/2 എന്ന് പറഞ്ഞാൽ എന്താ? x ഇൻറ്റു x⁻1/2 ആണ് അല്ലേ? x ഇൻറ്റു x⁻1/2 ആണ്. അങ്ങനെയാണ് x⁻1 1ഉം 1/2 കൂട്ടി 3/2 കിട്ടുന്നത്. അതാണ് 3x/2. ഇവിടുത്തെ x വെട്ടിപ്പോയി. x⁻1/2 √x വാല്യൂ ആണ് വന്നിട്ടുള്ളത്. x⁻1/2 എന്ന് പറഞ്ഞാൽ √x ആണ്. അപ്പോൾ √x സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x എന്ന് കിട്ടും. x ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. 9/4 ഓപ്ഷൻ ഡി എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റും. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സഡ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ കാണുക. അതിനകത്ത് ലോ ഓഫ് ഇൻഡിസസ് അതെല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് ഇൻഡിസസ് കൂടുതൽ വിവരത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? SSC GD 2024 പ്ലേലിസ്റ്റിലെ SSC GD 2022 പ്ലേലിസ്റ്റിലെ എന്ത് ചെയ്യുക? സഡ്സ് ആൻഡ് ഇൻഡിസസ് ക്ലാസ് കൂടെ എന്ത് ചെയ്യുക? കാണുക. ഓക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ആൻസർ പറയുക. നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. ബ്രാക്കറ്റുകൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് അകത്തുള്ള ബ്രാക്കറ്റ് 9/3 × 2. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സ്പീഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളെ ഇത്രയും പഠിപ്പിച്ചാണ്. 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × 2 അത് ബൈ ചെയ്തു. 9/3 3 3 × 2 6 ബൈ 6 ആണ് വരുന്നത്. ഇനി ഇത് ചെയ്യാം. 3 - 8 എന്ന് പറഞ്ഞാൽ -5 ആണ്. -5 ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. -5 ഇവിടെ -5 വരും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മൈനസ് എന്ന് പറയുമ്പോൾ 2 × 2 ഓക്കെ 2 - -5 ആണ്. അപ്പോൾ എന്താവും? മൈനസ് ഇവിടെ പ്ലസ് ആയി. ഇപ്പോൾ 3 × 2 6 6 - -5 എന്ന് പറഞ്ഞാൽ എന്തായി? 6 + 5 ആയി. മൈനസ് ഇവിടെ പ്ലസ് ആയി. 6 + 5 വന്നു. ഇനി 6 + 5 വന്നു 11. 6 + 5 11. അപ്പോൾ ബ്രാക്കറ്റ് വന്നു. ഇനി ഓഫാണ് ചെയ്യേണ്ടത്. 11 4 44 അല്ലേ? 4 ഓഫ് ആദ്യം ഓഫാണ് ചെയ്യേണ്ടത് ഡിവിഷന് മുമ്പ്. 4 ഓഫ് 11 എന്ന് കഴിഞ്ഞാൽ എന്ത് വരും? ഇത്രയും സാധനം നമുക്ക് എന്തായി? 44 എന്ന് വന്നു. ഇനി 11/44 11/44
47 നമുക്ക് എന്ത് വന്നു 1/4 എന്ന് വന്നു. അതായത് ഈ ഒരു വലിയ ബ്രാക്കറ്റ് നമുക്ക് എന്ത് വന്നു 1/4 എന്ന് വന്നു. 1/4 ഡിവൈഡ് ബൈ 6 ആണ് ഇത്രയും ബാക്കി. ഇനി ഇത് അതിന് 20 ഓഫ് 6 120 ചെയ്യാം. ഓഫ് ചെയ്തിട്ടാണ് ഡിവിഷൻ. 20 ഓഫ് 6 120. അപ്പോൾ 90/120 ഇത് ഇൻറ്റു ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര 30 വെച്ച് കിട്ടുമ്പോൾ 3/4 ഇൻറ്റു 1/4 ഡിവൈഡ് ബൈ 6. ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ബൈ 6 ചെയ്യണം. ബൈ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ 3/4 ഇൻറ്റു 1/4 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 3ഉം 6 വെട്ടി 2 എന്ന് വന്നു. അപ്പോൾ 1/32 ആൻസർ വന്നു. ഓപ്ഷൻ സി എന്ത് ചെയ്യാം ആൻസർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ബോർഡ് മാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ വേണ്ടത്? സമാധാനമായിട്ട് ഒറ്റ ടൈമിൽ എന്ത് ചെയ്യുക? വൺ ടൈമിൽ ചെയ്യാൻ നോക്കുക. അതാണ് സിംപ്ലിഫിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. വൺ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക? അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഓക്കെ, ആ സഡ്സ് ആൻഡ് ഇൻഡിസസ് ക്ലാസ് കൂടെ കാണുക. വൺ ടൈമായിട്ട് സോൾവ് ചെയ്യുക. സമാധാനമായിട്ട് സമയം പോയി എന്നുള്ള ഒരു ടെൻഷനിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിലെ ഫസ്റ്റ് ക്ലാസ് ഡേ 1 നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ സിമ്പിളായിട്ടൊരു ടോപ്പിക് വെച്ചാണ് തുടങ്ങിയത്. നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഡേ 1 സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ആയി എന്നുള്ള. അപ്പം അതൊരു കാര്യം കൂടി വേണം. നിങ്ങൾ ഓരോ ക്രാഷ് കോഴ്സിലും നമ്മൾ ഡേ 60 വരെ നിങ്ങൾക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തരാൻ പറ്റുമോ അത്രയും തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഡേയും കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റഡ് ഡേ 1, ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ആണെങ്കിൽ ഡേ 1 കംപ്ലീറ്റഡ്, നിങ്ങൾക്ക് ആ ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളോട് എന്ത് ചെയ്യാം? കമൻ്റായിട്ട് പറയാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ എക്സാം വരുമ്പോഴും നിങ്ങൾക്ക് തരുന്ന ഫ്രീ ക്ലാസ്സസ് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസ് ഒക്കെ എടുത്തൊന്ന് കണ്ടു നോക്കണം. ക്ലാസ്സുകളുടെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റ് ഒരുപാട്, മാത്സിൻ്റെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതെല്ലാം കാണുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മാക്സിമം എന്ത് ചെയ്യുക? ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യുക? സെറ്റാക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.